ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേയില, പിന്നെ 2.5 ടേബിൾ സ്പൂൺ റവ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വേണം, ഉപ്പും വേണം. നമുക്കപ്പോൾ എല്ലാം ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് തന്നെ നമുക്ക് ഇതിന് പീസാക്കിയിട്ടിടാം. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയില, റവ, ഒരു പിഞ്ചളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ, അപ്പക്കാരെന്ന് പറയാറുണ്ട്, സോഡാപ്പൊടി എന്നൊക്കെ പറയാറില്ല, അത് തന്നെയാണ് ഇത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബ്രെഡിൽ സോൾട്ട് ഉണ്ടാവും, അപ്പോൾ കുറച്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടാതിരിക്കാൻ നോക്കണേ. ഇത് ഇത്രയും കൂടി ബാലൻസ് ഉണ്ട്. നമുക്ക് ഇത് അരച്ചെടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ. അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. നമുക്കിത് ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കിത് ബൗളിലേക്ക് നമുക്ക് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഉപ്പ് പോരാൻ തോന്നുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഊത്തപ്പത്തിന്റെ പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചിട്ടെടുക്കാം. നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്, ഊത്തപ്പത്തിനുള്ള ഈ ഒരു പാകം കേട്ടോ. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിത് എണ്ണ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് മാവിലേക്ക് വെച്ച് കൊടുക്കാം. അധികം റൗണ്ട് ആക്കണ്ട, ഈ ഒരു പരുവം മതിയാവും. നമുക്ക് അതിലേക്ക് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് കരിവേപ്പിലയും മല്ലിയിലയാണ്. കരിവേപ്പിലയും മല്ലിയിലയും വാടിയിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കളർഫുള്ളായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് ചെറുതായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യോ ബട്ടറോ എന്താ വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഊത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാതിരിക്കാൻ മറക്കരുത്. അപ്പൊ ഇനി ഒരു നല്ലൊരു വീഡിയോ എത്തുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.